പ്രൈസ് ലോർഡ്. എല്ലാവരെയും നമ്മുടെ ഈ പാഠ്യവിഷയത്തിൻ്റെ 10ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷിത ദൗത്യവും സഭാസ്ഥാപനവും എന്ന വിഷയമാണ് നാം ഒരുമിച്ച് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ഹോംവർക്കുകൾ ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ഹോംവർക്കുകൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായും നിങ്ങളുടെ ഹോംവർക്കുകൾ ഒന്നും മുടങ്ങാതെ, കാരണം നാം പഠിച്ചു വരുന്ന ഭാഗങ്ങൾ ക്രമീകൃതമായി മുൻപോട്ട് പോകേണ്ട പ്രായോഗികമായ വശങ്ങളിലേക്കാണ് നാം പഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പഠിച്ചു വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ ഹോംവർക്ക് ചെയ്ത് അയച്ചു തരണം എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും കണ്ടത് നിലമൊരുക്കപ്പെട്ടതിന് ശേഷം വിത്ത് വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനെ പോലെ പ്രാർത്ഥനയിലൂടെ നാം സുവിശേഷീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ, വ്യക്തികളെ, ഭവനങ്ങളെ, ദേശങ്ങളെ, ആ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അതിനെ ഒരുക്കിയതിന് ശേഷം ആ സ്ഥലത്തുകൂടെ നടന്ന് അവിടെ വിത്ത് വിതയ്ക്കുവാൻ, അവരെ കണ്ടുമുട്ടി അവരോട് സംസാരിക്കാൻ, അവരോട് ഇടപെടുവാൻ, സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു നാം പറഞ്ഞത്. നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നാം സംസാരിച്ചു. വിത്ത് വിതയ്ക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നാം കൃത്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ 9ാമത്തെ ഭാഗത്ത് സംസാരിച്ചു. 10ാമത്തെ ഭാഗത്ത് തുടർമാനമായി അതേ തുടർന്ന് എന്താണ് നടക്കുന്നത്, എന്താണ് സാധാരണ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് 10ാമത്തെ ഭാഗം നാം പ്രധാനമായും പഠിക്കുവാനായിട്ട് പോകുന്നത്. സുവിശേഷത്തോടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്, ആളുകൾ എങ്ങനെയാണ് സുവിശേഷത്തോട് പ്രധാനമായും പ്രതികരിക്കുന്നത്, പ്രധാന പ്രതികരണങ്ങളും അവയോടുള്ള നമ്മുടെ പ്രതികരണവും എന്താണ് എന്നാണ് ഇനി നാം അല്പസമയം ഈ ക്ലാസ്സിൽ നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗം പ്രധാനമായിട്ടും പഠിക്കുമ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉപമിപ്പിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പഠിക്കാവുന്ന ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ പറയാൻ, ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രാഫിക് ലൈറ്റ് കണ്ടിട്ടുള്ള ആളുകളാവാം. ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ട്രാഫിക് ലൈറ്റിൽ പ്രധാനമായുള്ള ഭാഗമെന്ന് പറയുന്നത്, ഇവിടം ഏറ്റവും മുകളിൽ റെഡ് സിഗ്നൽ ആയിരിക്കും, നടുക്കത്തെ ഭാഗം യെല്ലോ സിഗ്നൽ ആയിരിക്കും, പിന്നത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം ഗ്രീൻ സിഗ്നൽ ആയിരിക്കും. യെല്ലോ മാർക്കർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അവിടെ യെല്ലോ കളർ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അപ്പം ഈ സിഗ്നലുകൾ നമുക്കൊരു ഉപമയാക്കിക്കൊണ്ട്, ഒരു നല്ല ടൂളാക്കിക്കൊണ്ട് ആളുകളുടെ സുവിശേഷത്തോടുള്ള പ്രതികരണവും ഈ സിഗ്നലിനോട് ഉപമിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇത് ചുവപ്പാണ്, ചുവപ്പ്, മഞ്ഞ, പച്ച. സാധാരണഗതിയിൽ ഒരു വാഹനം നമ്മൾ ഓടിച്ച് മുമ്പോട്ട് പോകുന്ന ഉടനെ ഈ സിഗ്നലാണ് റെഡ് സിഗ്നലാണ് തെളിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, നിർത്തിയിട്ട് പോകാൻ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ മുൻപോട്ട് നമ്മൾ പോവുകയുള്ളൂ. മഞ്ഞ സിഗ്നലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പോകാം, പക്ഷേ എല്ലാ വശങ്ങളും സൂക്ഷിച്ചു വേണം പോകാൻ എന്ന ഒരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്. പച്ച സിഗ്നലാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നതെങ്കിൽ, നാം വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ന്യായമായ സ്പീഡിൽ, ആ സ്ഥലത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്പീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം മുൻപോട്ട് ഓടിച്ചു പോകുവാൻ സാധിക്കും, നിയമപരമായി സാധിക്കും എന്നുള്ളതാണ് ആ സിഗ്നലുകൾ പറയുന്നത്. സുവിശേഷത്തോടുള്ള ആളുകളുടെ പ്രതികരണവും ഈ 3 തരത്തിലാണ്. പ്രധാനമായും എന്ന വാക്ക് ഞാൻ പിന്നെയും ആവർത്തിച്ച് ഉപയോഗിക്കുന്നു. ഇത് പ്രധാനമായുമാണ്.
ഇങ്ങനെ അല്ലാതെയും ആളുകൾ പ്രതികരിക്കാൻ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ സാധ്യത ഉണ്ടായേക്കാം. ഏറ്റവും ആദ്യത്തെ ചുവപ്പ് എന്ന് പറയുന്നത് റെഡ് സിഗ്നലാണ്. ആ റെഡ് സിഗ്നൽ എപ്പോഴും റെഡ് സിഗ്നലിൽ പിന്നെയും മുൻപോട്ട് നാം വാഹനം എടുത്താൽ സാധാരണ അപകടം സംഭവിക്കും. കാരണം എതിർദിശയിൽ നിന്നും വാഹനം വരികയാണ്, അപകടം സംഭവിക്കും. അപ്പോൾ ഒരു അപകട സൂചനയാണ് റെഡ് സിഗ്നൽ നൽകുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. സുവിശേഷീകരണം സംബന്ധിച്ച് നാം പുറപ്പെടുമ്പോൾ, സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ചില ആളുകൾ നേരെ ഓപ്പോസിറ്റ് നമ്മളോട് എതിർക്കും. ചില ആളുകൾ വേണ്ട, ഞങ്ങൾക്കിത് വേണ്ട ഇവിടെ എന്ന നിർദ്ദേശങ്ങൾ എന്നവർ പറയും. അപ്പം നേരെ എതിരായി സ്റ്റോപ്പ് ചെയ്യാൻ, നമ്മളോട് നിർത്താൻ ആവശ്യപ്പെടുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങൾ, സംഭാഷണങ്ങൾ, പ്രതികരണങ്ങൾ ആളുകളിൽ നിന്നുണ്ടായാൽ നാം മനസ്സിലാക്കേണ്ടത് റെഡ് സിഗ്നലാണ്. സുവിശേഷത്തോട് അവരുടെ പ്രതികരണം റെഡ് സിഗ്നലാണ്, ചുവപ്പാണ് അവരുടെ പ്രതികരണം. ചുവപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പം ഞാൻ പറയുന്ന അർത്ഥത്തിൽ മാത്രമേ അതെടുക്കാവൂ, വേറെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുത്. ഞാൻ ഈ സിഗ്നലുമായി ബന്ധപ്പെട്ട അർത്ഥത്തിലാണ് ചുവപ്പിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല, നമ്മളെ തടയുകയാണ്, നമ്മളെ നിർത്തുകയാണ്, സ്റ്റോപ്പ് എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അത് അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ റിയാക്ഷൻസ് കൊണ്ട്, അവരുടെ പ്രതികരണങ്ങൾ കൊണ്ട്, ചേഷ്ടകൾ കൊണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിടെ നാം നിർത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെയും മുൻപോട്ട് നാം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കേണ്ടതിനോ ഭൂചാരം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ, എനിക്കതിന് അധികാരമുണ്ട് എന്ന നിലയിൽ നാം സംസാരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ല, വേദപുസ്തകപരമായ മര്യാദയുമല്ല. ഇഷ്ടമല്ലാത്ത ഒരാളോട് ഇഷ്ടമല്ലാത്തൊരു കാര്യം സംസാരിക്കാൻ നാം ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷെങ്കിൽ അപകടം ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ നാം തന്നെ വരുത്തി വയ്ക്കാം, പ്രതിസന്ധികൾ നാം തന്നെ വരുത്തി വയ്ക്കാം, അപകടങ്ങൾ നാം തന്നെ വരുത്തി വയ്ക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ നിർത്തുമ്പോൾ ഇവിടെ നാം നിർത്തുകയാണ്, അവർക്ക് വേണ്ട എന്നതാണ് അവരുടെ പ്രതികരണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് നാം ശ്രദ്ധിക്കേണ്ട, നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം ആ ഫീൽഡ് ഇതുവരെ പ്രിപ്പയർ ആയിട്ടില്ല, ആ സ്ഥലം ഇതുവരെ ഒരുക്കപ്പെട്ടിട്ടില്ല. ഇനി അവരെന്തുകൊണ്ട് വേണ്ട എന്ന് നമ്മളോട് പറയും, ഇന്ന കാരണം കൊണ്ട്, മേലാൽ ഇവിടെ വന്നേക്കില്ല, ഞങ്ങളിങ്ങനെ തന്നെയൊക്കെ ആളുകളാണ്. അപ്പോൾ അവർ എന്താണോ കാരണം പറയുന്നത്, ഇങ്ങോട്ട് വരല്ല, ഇവിടെ സുവിശേഷം വേണ്ട, ഞങ്ങൾക്കിത് സ്വീകാര്യമല്ല എന്നവർ പറയുന്ന കാരണം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാര്യം ആ വലിയ വൃക്ഷമായിരിക്കാം, ആ വലിയ പാറയായിരിക്കാം, ആ തറഞ്ഞ പരിതസ്ഥിതിയായിരിക്കാം സുവിശേഷത്തിന് സ്വീകരിക്കാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ഈ റെഡ് സിഗ്നൽ നമുക്ക് ഇനി മുൻപോട്ട് സുവിശേഷപരമായ ആത്മീയ പ്രവർത്തനപരമായി ആ സ്ഥലത്ത്, ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല, പോകണ്ട എന്ന നിർദ്ദേശം നൽകുന്നു എന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കായി ചില നിർദ്ദേശങ്ങൾ കൂടെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കും. അപ്പം നാം മടങ്ങിപ്പോയി സന്തോഷത്തോടെ അദ്ദേഹവുമായി സംസാരിച്ച് പിരിഞ്ഞ് ഓക്കെ, ഇഷ്ടമല്ലാത്ത നിലയ്ക്ക്, താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ മര്യാദയോടെ പിരിയുന്നതാണ് ഏറ്റവും ഉത്തമം. അദ്ദേഹം നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ അദ്ദേഹം നമുക്ക് എതിരെ കായികമായി മുൻപോട്ട് വരാനോ ഒക്കെ ശ്രമിച്ചാൽ പോലും, ശ്രമിക്കുന്ന ആണെങ്കിൽ പോലും നമ്മളത് മാന്യമായി ക്ഷമയോടെ സൗമ്യതയോടെ അതിനെ നേരിടുക തന്നെ ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ കാണുമ്പം സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു പ്രാവശ്യം കണ്ടു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം നമ്മളോട് ചൂടായി, നമ്മളോട് ദേഷ്യപ്പെട്ടു, ഇറങ്ങി പോകാൻ പറഞ്ഞു, അടിച്ച് ഓടിക്കൂ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് പിന്നെ ആളെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു ഉൾവലിയൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ പിന്നെ കാണുന്നതിന് മുൻപ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ പിന്നെ കാണാം, വെളിയിലിറങ്ങാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതകരമായ കാര്യമാണ്. അദ്ദേഹം എതിർത്തത് ഏത് ശക്തിയുടെ പിൻബലത്തിലാണ്
എന്ന് നാം തിരിച്ചറിയണം. നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനയോടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തി ഏതാണെന്ന് നാം തിരിച്ചറിയണം. നമുക്ക് അദ്ദേഹത്തോടല്ല വൈരാഗ്യമുള്ളത്, യുദ്ധമുള്ളത്. നമ്മുടെ ശത്രു അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സുവിശേഷത്തെ എതിർക്കാൻ അദ്ദേഹത്തെ മുൻപോട്ട് തള്ളിവിടുന്നത്. ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിയാൻ, ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഇതിൽ കൂടുതൽ വിശദമായി പ്രായോഗികമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എങ്കിലും ഈ ക്ലാസ്സിൽ ഞാൻ അതിന് മുതിരുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് മുതിരുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും വിശദമായി ആ വിഷയം സംബന്ധിച്ച് പിന്നെയും ഒരു ചർച്ച വേണം അല്ലെ കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വ്യക്തിപരമായി ഞാനുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പം റെഡ് സിഗ്നൽ കണ്ടാൽ സ്വീകരിയമല്ല, വേണ്ട, എതിർക്കുന്നു, അങ്ങനെയുള്ള ആളുകളുടെ അരികിൽ നിന്ന് നാം സാവധാനതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ മടങ്ങിപ്പോവുകയും വേണം. അപ്പം മടങ്ങിപ്പോകുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് വേണം പോകാൻ. എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ് പ്രത്യേക വിഷയം പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം. കർത്താവേ, അദ്ദേഹത്തെ ഓടിക്കണേ, ചവിട്ടണേ, മര്യാദ പഠിപ്പിക്കണേ എന്നുള്ള നിലയിലല്ല പ്രാർത്ഥിക്കേണ്ടത്. അതങ്ങനെയാണ് ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് മാനുഷിക വികാരത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. അവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. കർത്താവേ, അവരുടെ അറിവില്ലായ്മയാണല്ലോ, അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ലല്ലോ. ആ ശക്തിയുടെ പ്രധാനപ്പെട്ട സ്വാധീനം കൊണ്ടാണല്ലോ അങ്ങനെ അദ്ദേഹം സംസാരിച്ചു പോകുന്നു. സത്യം അറിയാതെ കുരുടായി പോകുന്നല്ലോ. അവരുടെ കണ്ണ് തുറക്കണേ, ക്ഷമിക്കണമേ, അവരുടെ കുറവുകൾ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. 2 മഞ്ഞയാണ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഗോ സ്ലോലി എന്നാണ് അർത്ഥം. ഗോ സ്ലോലി ആൻഡ് വാച്ച് എന്നുള്ളതാണ്. 4 സൈഡും നമ്മൾ നോക്കണം. ഒരു 4 സൈഡ് ക്രോസ് ചെയ്യുന്ന ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ 4 സൈഡിൽ കൂടെയും വാഹനം വരാൻ സാധ്യതയുണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും നോക്കി പതുക്കെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ആരാണ് ഈ മഞ്ഞ എന്ന് പറയുന്നത്? താല്പര്യമാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ സത്യമായ കാര്യമാണ്. പക്ഷേ എനിക്കിപ്പം അതിനോട് പ്രതികരിക്കാൻ, യോജിക്കാൻ, ഇപ്പം അതിലേക്ക് വരാൻ, ഇപ്പം ആ നിലപാട് സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, അദ്ദേഹം സത്യമാണെന്ന് അംഗീകരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ എനിക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ എന്താണ് അദ്ദേഹം പറയുന്നത്? ആ പക്ഷേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാരണം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി നാം ഒരു ഫോളോ അപ്പ് പദ്ധതിയും കൂടെ തയ്യാറാക്കണം. ഇദ്ദേഹത്തിന് വേണ്ടി അനുധാവനം എന്നാണ് മലയാള വാക്ക്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു അനുധാവന പ്രവർത്തന പദ്ധതി നമ്മൾ തയ്യാറാക്കണം. ഈ മഞ്ഞയ്ക്ക് വേണ്ടി താല്പര്യമുണ്ട്, ശരിയാണ്. പക്ഷേ ഏതോ ഒരു മുഖാന്തരം, ഏതോ ഒരു കാരണം, ഏതോ ഒരു ഫോഴ്സ്, ഏതോ ഒരു ശക്തി കാരണം, ഏതോ ഒരു ബന്ധങ്ങൾ കാരണം, അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. അദ്ദേഹം ആ കാരണം എന്താണെന്ന് നാം കുറച്ചുകൂടെ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ, ഒരു പക്ഷേങ്കിൽ ശാന്തമായി അന്വേഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും 2ാമത്തെ പ്രാവശ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് നാം ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിനോട് വേണ്ടി അദ്ദേഹം എല്ലാം സ്വീകരിച്ചു. കർത്താവെ, അനുസരിക്കാനുള്ള ദൈവകൃപ ഈ ഭവനത്തിൻ്റെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ ഒക്കെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. അവരെ അനുഗ്രഹിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് പിന്നീട് അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണോ ഇപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞത്, അതിനെ മറികടക്കാൻ ശക്തമായ
ആത്മീക വചനങ്ങൾ, ദൈവവചന ഭാഗങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കാനും വിശദീകരിക്കാനും ഒക്കെ നാം ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നാം ശ്രമിച്ചാൽ അദ്ദേഹത്തെ സ്ലോലി സ്വർഗരാജ്യത്തിന് വേണ്ടി നേടുവാനായിട്ട് നമുക്ക് കഴിയും. മൂന്നാമത്തേത് പച്ചയാണ്. പച്ച, ആ സ്ഥലം ഒരുക്കപ്പെട്ട സ്ഥലമാണ്. ഒരുക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത, നമ്മൾ ചെന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ ഇരിക്കുന്ന ആളുകളാണ്. അവരൊരുക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, മറ്റു പലരുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് അവർ ഒരുക്കപ്പെട്ടിട്ടുണ്ട്, സുവിശേഷം സ്വീകരിക്കുന്നു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവർ മനം തിരിയാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരുടെ അരികിൽ ചെല്ലുന്നു, അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ തയ്യാറാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ അവർ തയ്യാറായി മുൻപോട്ട് വരുന്നൊരു പശ്ചാത്തലം, അതാണ് പച്ച. ഇവിടെയും പച്ചയിലും നമ്മൾക്ക് അനുധാവനം പ്രവർത്തനം നടത്തണം. ഈ രണ്ട് സ്ഥലത്തും നടത്തേണ്ട അനുധാവന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. ഇവിടെ നാം അനുധാവന പ്രവർത്തനം യേശുവിനെ സ്വീകരിച്ച ഒരാളോടാണ് അനുധാവനം നടത്തേണ്ടത്. അദ്ദേഹത്തെ നാം യേശുവിനെ സ്വീകരിച്ച ഒരാളെ അനുധാവന പ്രവർത്തനത്തിൽ കൂടെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പാഠഭാഗങ്ങളാണ് നാം പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. 36 പാഠഭാഗങ്ങൾ, ഒരാളെ പുതുതായി യേശുവിനെ സ്വീകരിക്കുന്ന ഒരാളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ സഹായകരമായ 36 പാഠഭാഗങ്ങൾ നമ്മുടെ മിഷൻ കോലേഷൻ്റെ ഭാഗമായി, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിലെ 36 പാഠങ്ങൾ തുടക്കത്തിൽ നിന്ന്, രക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് ഒരാളെ മുൻപോട്ട് ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് ശിഷ്യത്വത്തിൻ്റെ ആദ്യ പടിയിൽ വരെ എത്തിക്കുന്നതിനുള്ള ഒരു പരിശീലന പരിപാടി, ഒരു പ്രോഗ്രാമാണത്. 36 ലെസൺസ് ഉണ്ട്. ആ ലെസൺസ് സാധാരണഗതിയിൽ ചർച്ച് ഗ്രോത്ത് ട്രെയിനിങ്ങിലാണ് ആ ലെസൺസ് കൊടുക്കുന്നത്. കാരണം അവിടെ സഭയെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആളുകളെ ആത്മീയ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന, ആളുകൾ ആത്മീയ വളർച്ച പ്രാപിക്കുമ്പോഴാണല്ലോ സഭയും വളർച്ച പ്രാപിക്കുന്നത്. അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് അല്ലത്, അതിന് വെളിയിലുള്ള ഒരു ട്രെയിനിങ് ആണത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കാർക്കെങ്കിലും ആ ട്രെയിനിങ് മെറ്റീരിയലോ ആ ട്രെയിനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രായോഗികമായി ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെടുകയും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് സംസാരിക്കുകയും ഞങ്ങളുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഈ അനുധാവന പ്രവർത്തനം, ഇവിടെ നടത്തേണ്ട അനുധാവന പ്രവർത്തനം ശിഷ്യത്വം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം. ലക്ഷ്യം എന്ന് പറയുന്നത് ശിഷ്യത്വമാണ്. ഇവിടെ നടത്തേണ്ട അനുധാവന പ്രവർത്തനം ലക്ഷ്യം എന്ന് പറയുന്നത് ഒരാളെ രക്ഷിക്കപ്പെടുത്തുക എന്ന, രക്ഷയിലേക്ക് നയിക്കുക, രക്ഷയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. മഞ്ഞ സിഗ്നൽ പോലെ പ്രതികരണം നടത്തിയ ആളുകളോട് അനുധാവനം ചെയ്യുമ്പോൾ അവരെ അനുധാവന പ്രവർത്തനത്തിൽ ലക്ഷ്യമിടുന്നത് അവരെ രക്ഷയിലേക്ക് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വേണം അവിടെ അനുധാവന പ്രവർത്തനങ്ങൾ നടത്താൻ. രക്ഷിക്കപ്പെട്ട ആളുകൾക്കുള്ള അനുധാവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്നത് അനുധാവന പ്രവർത്തനം, ഇംഗ്ലീഷിൽ ഫോളോ അപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫോളോ അപ്പ് ചെയ്യുമ്പം അവരെ പിൻഗമിച്ച് അവരെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശിഷ്യത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം അവരെ നയിക്കേണ്ടത്. ഇവരെ ഇങ്ങനെ നയിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. മിക്കവാറും നാം സാധാരണയായി ചെയ്യാറുള്ളത്, രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറയും, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലോട്ട് വരൂ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, കൂട്ടായ്മ ആചരിക്കാം,
ദൈവവചനം അനുസരിക്കുന്ന ആളുകളിലൂടെ ഒക്കെ ചേർന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ സഭയിലേക്ക് വിളിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ നാം ഇവരെ ശുചിത്വത്തിലേക്ക് നയിക്കണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ സഭയിലേക്ക് അവരെ ആദ്യം വിളിക്കരുത്. ഇതെന്നെ ഉപദേശി ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവാം. അതെ, കാരണം അവർ സഭയിൽ കയറി വരുമ്പോൾ അവരൊരു പുതിയ വിശ്വാസിയായിട്ടാണ് കയറി വരുന്നത്. പക്ഷേ അവിടുത്തെ പല കാര്യങ്ങളും അവിടെ നടക്കുന്ന ചർച്ചിലെ പല ആക്ടിവിറ്റീസും അവർക്ക് പരിചിതമല്ല. മാത്രവുമല്ല, വേദപുസ്തകവുമായും അവർക്ക് പരിചയക്കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവർ 100% ഗ്രഹിക്കണം എന്ന് നിർബന്ധമില്ല. ഗ്രഹിക്കണം എന്ന് നിർബന്ധമില്ലെന്ന് എന്നത് മാത്രമല്ല, ഗ്രഹിക്കുകയില്ല. അന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകണം എന്ന് നിർബന്ധം എന്നില്ല. ഒരു കാര്യവും ഒന്നും മനസ്സിലാകാതെ വളരെ നിരാശയോടുകൂടി ആത്മീയപരമായി ഒരു ഉത്സാഹം ലഭിക്കാതെ ഒരു പക്ഷെങ്കിൽ ആ ആരാധനയ്ക്ക് ശേഷം ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോയേക്കാം. ആരാധനയിലേക്ക് നമ്മൾ വിളിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആരാധനയിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആരാധനകളിൽ സഭകളിൽ ഒരു 10-20 വർഷം പഴക്കമുള്ള മരങ്ങൾക്ക് തുല്യമായിട്ടാണ് ആളുകളുള്ളത്, അല്ലേ? നമ്മൾ കൃഷിയോട് ഉപമിച്ചാണല്ലോ ഈ ഈ സുവിശേഷ പ്രവർത്തനത്തെ നമ്മൾ പഠിക്കുന്നത്. അവിടുത്തെ സഭ ഒരു പക്ഷെങ്കിൽ 20 വർഷം 30 വർഷം 70 വർഷമൊക്കെ പഴക്കമുള്ള 100 വർഷം പഴക്കമുള്ള സഭയായിരിക്കാം. ആ സഭയിൽ 60 വർഷം 40 വർഷം 50 വർഷമൊക്കെ പഴക്കമുള്ള ആളുകൾ ഇരിപ്പുണ്ട്. അപ്പം അവരുടെ അരികിലേക്ക് അത്രയും വളർച്ച പ്രാപിച്ച ചെടികളാണ്, അത്രയും ആത്മീയമായ അത്രയും വളർച്ച പ്രാപിച്ച വൃക്ഷങ്ങൾ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്. അപ്പം അവിടേക്ക് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ 2 ഇലകൾ മാത്രം 2 ഇലയോ അല്ലെ 3 ഇലയോ ഒക്കെ മാത്രം വന്നിട്ടുള്ള ഒരു ചെടിയെ പറിച്ച് നട്ടിട്ട് വെള്ളവും വളവും ഒരുപോലെ കൊടുക്കുന്നതിന് തുല്യമാണ്. ഒരുപോലെ കൊടുക്കുന്നതിന് തുല്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയാം. ഈ മരത്തിന് ഒരു ചാക്ക് അല്ലെങ്കിൽ ഒരു കൊട്ടയ്ക്കകത്ത് ഒരു കൊട്ട വളം കൊണ്ട് കിളച്ച് ഇട്ട് കൊടുത്താൽ ഈ മരത്തിന് അത് അങ്ങനെ കൊടുത്തെങ്കിൽ ആ മരത്തിന് അത് ഏക്കുമോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ മരത്തിൻ്റെ തടം വെട്ടി അതിന് ഒരു കൊട്ട വളം കൊണ്ട് അല്ലെങ്കിൽ വലിയൊരളവ് വളം ഇത് കൊടുത്തെങ്കിൽ ഈ മരത്തിന് എന്തെങ്കിലും പ്രയോജനകരമായി വരികയുള്ളൂ. പക്ഷെ അത്രയും വളം ഈ ചെറിയ ചെടിക്ക് കൊടുത്താൽ ഈ ചെടി കരിഞ്ഞു പോവുകയുള്ളൂ. ഈ ചെടി വളരുകയില്ല, ഈ ചെടി കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ നമുക്കൊരു തോട്ടത്തിൽ ഒരിടത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഇതിനെ രണ്ടിനെയും കൂടെ ഫലം കായ്പിക്കാം എന്ന് നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ നാം നല്ലൊരു കൃഷിക്കാരനല്ല എന്നാണ് അർത്ഥം. ഈ ചെടിയെ സെപ്പറേറ്റ് പരിപാലിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ചെറിയ സെൽ ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം സഭയുടെ ഭാഗമാണ്. സഭയ്ക്കകത്ത് ഇത്തരം 100 കണക്കിന് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് ആരോഗ്യമുള്ള സഭയായി മാറുകയുള്ളൂ. ഇവിടുത്തെ ആരാണ് ഇവിടെ ലീഡറായി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ പുതിയ ചെടിയെ വളർച്ചയിലേക്കും ഫലപ്രാപ്തിയിലേക്കും എത്തിക്കേണ്ടത്? ആരാണോ സുവിശേഷം അദ്ദേഹത്തോട് പറഞ്ഞത് അയാളാണ്. അയാളുടെ ദൗത്യമാണ് അത് ചെയ്യുക എന്നുള്ളത്. കാരണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ എന്നാണ്. അപ്പം ആരാണോ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞത് അയാൾ തന്നെ ഇദ്ദേഹത്തെ ശിഷ്യത്വത്തിലേക്ക് നടത്തേണ്ട ഒരു ആത്മീക ചുമതല കൂടെ ഏറ്റെടുക്കണം. അപ്പം 2 ചെടികൾ, ആ ചെടികൾക്ക് ഒരുപോലെ വെള്ളം കൊടുക്കാനൊക്കത്തില്ല. ഒന്ന് വലിയ വൃക്ഷമാണ്, മറ്റത് ചെറിയൊരു ചെടിയാണ്. അപ്പം ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഒരു ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വലിയൊരു ഓസിട്ട് വെള്ളം ഈ മരത്തിന് ഒഴിച്ചു കൊടുത്താൽ ആ മരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. അത്രയും വെള്ളം ഈ മരത്തിന് വേണം. പക്ഷേ അങ്ങനെ വലിയൊരു ഓസിനകത്തൂടെ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഈ ചെടി മറിഞ്ഞു പോകും, അടുത്ത പറമ്പിൽ ചെന്ന് കിടക്കും, അടുത്ത സ്ഥലത്ത് ചെന്ന് കിടക്കും. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ഈ ഒരു തെറ്റ് സഭകൾ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം.
നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ ആ തെറ്റ് ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങനെയാണ് നാം നടത്തുന്നതെങ്കിൽ, സഭയിലേക്ക് അവരെ വിളിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊരിക്കലും ശിഷ്യത്വത്തിലേക്ക് വരികയില്ല. അവർ വിശ്വാസികളായി തന്നെ നിൽക്കും, വിശ്വാസികളായി തന്നെ അവർ മരിക്കും. അവർ ശിഷ്യത്വത്തിലേക്ക് വരികയില്ല. മാത്രവുമല്ല, ഇവരിൽ നിന്ന് ആ സഭയ്ക്ക് ആത്മീക ഫലങ്ങൾ ഉണ്ടാകുകയില്ല. ആത്മീക ഫലങ്ങൾ ആ സഭയ്ക്ക് ഉണ്ടാകാതെയും പോകും. അപ്പോൾ ശിഷ്യത്വത്തിലേക്ക് അവർ വന്നെങ്കിൽ മാത്രമേ അവർ ആത്മീക വളർച്ചയിലേക്കും സഭയുടെ അല്ലെങ്കിൽ അവർ ആ സ്ഥലത്തെ ആത്മീയ പ്രവർത്തനങ്ങളുടെ പുരോഗമനമായ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അവരെ പങ്കാളികളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരെ സെപ്പറേറ്റായി അവർക്ക് വേണ്ടി ചെറിയ ഗ്രൂപ്പുകളായി, ഇപ്പം ഈ മാസം രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ ഗ്രൂപ്പ്, ഇവർ ഒരു 4-5 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയ ആളുകളാണ്. അതിനുശേഷം ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നാൽ പിന്നെയുള്ള ആളുകളെ അടുത്ത ഒരു ചെറിയ സെൽ ഗ്രൂപ്പായിട്ടാണ് ഫോം ചെയ്യേണ്ടത്. അല്ലാതെ ഈ വർഷം രക്ഷിക്കപ്പെട്ടു വന്നവരെ എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് ഇരുത്തുക എന്നതും നല്ലതല്ല. കാര്യം ഇവർ ചില പടികൾ മുൻപോട്ട് ഓൾറെഡി പോയിട്ടുണ്ടാവും. 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് ഇവർ ആത്മീയമായി കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ടുണ്ടാവും. മറ്റേ ആളുകൾ പുതുതായി വന്നിട്ടേ ഉള്ളൂ. അപ്പം അവരെ ഒന്നേന്ന് വേണം തുടങ്ങാൻ. ഇവർ 10 നിൽക്കുകയാണ്. അപ്പം അവരെ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് 10 ഇരുത്താൻ ഒക്കുകയല്ല. അവരെ 1 നിന്ന് വേണം ഇരുത്തി മേളിലോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ചെറിയ സെൽ ഗ്രൂപ്പുകൾ സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സഭയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട് സെൽ ഗ്രൂപ്പുകൾ എന്ന് ചോദിച്ചാൽ, വീട്ടിലെ സഭ എന്നാണ്, വീട്ടിലെ കൂട്ടങ്ങൾ എന്നൊക്കെ വേണം നമുക്ക് തന്നെ വിളിക്കാം. സഭ എന്ന് വിളിക്കേണ്ട, വീട്ടിലെ കൂട്ടങ്ങൾ, വീട്ടിലെ കൂട്ടായ്മകൾ എന്ന് നമുക്ക് തന്നെ വിളിക്കാം. സെൽ ഗ്രൂപ്പ് എന്ന് തന്നെ വിളിക്കാം. സെൽ ഗ്രൂപ്പുകൾ അത് ഇൻഫോർമലാണ്. ചർച്ചിലേക്ക് നമ്മൾ കയറി വന്നുമ്പോൾ സംഭവിക്കുന്ന ഫോർമാലിറ്റീസ് ഒത്തിരിയുണ്ട്. ചർച്ചിൽ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഇരിപ്പിൻ്റെ ക്രമീകരണം, എവിടെ ഇരിക്കണം എന്നുള്ള ക്രമീകരണം, എങ്ങനെ ഇരിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ള ക്രമീകരണം, എന്ത് പറയണ്ട എന്നുള്ള ക്രമീകരണം, പറയാനൊരു അവസരം ഇല്ല എന്ന ഒരു ക്രമീകരണം ഒക്കെ സഭയ്ക്കകത്തുണ്ട്. പക്ഷെ വീട്ടിൽ കയറി വരുന്ന വീട്ടിലേക്ക് നാം അവരുടെ വീട്ടിലേക്കോ അല്ലെ അവർ നമ്മുടെ വീട്ടിലേക്കോ ഒരു സെൽ ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേണ്ടി കയറി വരുമ്പം ഒരു വാം വെൽക്കം നമുക്ക് അവരെ ചെയ്യാനായിട്ട്, അവർക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത് അവർക്ക് ഫീൽ ചെയ്യും. അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെ സ്വീകരിക്കുന്നത് അവർക്ക് ഫീൽ ചെയ്യും. നമുക്കവരെ വെൽക്കം ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാം, ചൂടോ തണുത്തതോ ഒക്കെ വെള്ളം കൊടുക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ അവരെ ഇരുത്താം, നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇരിക്കാം. അവരും ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അവരും കംഫർട്ടബിളായിട്ടിരിക്കും. അവർ ഓപ്പണായി നമ്മളോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ചർച്ചിൽ നമുക്ക് ഓപ്പണായി സംസാരിക്കാനുള്ള അവസരമില്ല. ചർച്ചിൽ കംഫർട്ടായിട്ടിരിക്കാനുള്ള അവസരമില്ല. ചർച്ചിൽ വെൽക്കം ചെയ്യുന്ന ഒരവസരമില്ല. ചിലപ്പോൾ വെൽക്കം ചെയ്യുമായിരിക്കും. സാക്ഷ്യത്തിൻ്റെ സമയത്ത് പുതുതായിട്ട് വന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കൈയടിപ്പിക്കുമായിരിക്കും എല്ലാവരെയും കൊണ്ട്. അത് നല്ലതാണ്. പക്ഷേ അവർക്ക് അത് ടെക്നിക്കലാണ്, അത് മെക്കാനിക്കലാണ്. ഒരു വീട്ടിലോട്ട് കയറി വരുന്ന ഉടനെ അദ്ദേഹത്തെ കൈ കൊടുക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത് അതാണ് ഫീലിംഗ്. അതാണ് ആളുകളെ തൊടുന്നത്, സ്പർശിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. അപ്പം പിന്നീട് അവർക്ക് വരാൻ, പിന്നീട് നമ്മളെ കാണാൻ, നാം സംസാരിക്കാനൊക്കെ ഉള്ള ഓപ്പൺ മൈൻഡ് അവിടെയാണ് തുറക്കപ്പെടുന്നത്. ചർച്ചിൽ സംസാരിക്കാൻ ആളുകൾ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പൺ ആകാൻ പറ്റുന്നില്ല. അവർക്ക് റിജിഡാവും. അവർ കുറച്ചുകൂടെ പിന്നോട്ട് വലിയാനുള്ള, പുറകോട്ട് പോകാനുള്ള സാധ്യതകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം, പുതുതായി യേശുവിനിലേക്ക് വരുന്ന ആളുകളെ നാം പ്രത്യേകമായി സെപ്പറേറ്റായി ചെറിയ ഗ്രൂപ്പുകളായി അവരെ തിരിച്ച് ദൈവവചനം പഠിപ്പിക്കുവാൻ ഒരുങ്ങുക എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നാം ചെറിയ സസ്യങ്ങളോട് സെപ്പറേറ്റ് പെരുമാറുന്നു. നർച്ചറിങ് ദി പ്ലാന്റ് എന്നുള്ള സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ്ങിൻ്റെ സൈക്കിളിൽ നമ്മൾ കണ്ട പരിപാലനത്തിലേക്ക് പുതിയ ആളുകളെ അങ്ങനെ ആ തരത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സെൽ ഗ്രൂപ്പുകൾ പുതിയ നിയമസഭയുടെ മോഡലാണ്. ആദിമസഭയെ സ്വീകരിച്ച് വന്ന മോഡൽ അത് തന്നെയായിരുന്നു. മാത്രവുമല്ല, ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നതും ഓരോരുത്തരെയും പഠിപ്പിക്കുക, അവരവരുടെ സാഹചര്യത്തിൽ അവരവരുടെ കംഫർട്ടിംഗ് പ്ലേസിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
എന്നും നാം അറിഞ്ഞിരിക്കണം. അടുത്ത ക്ലാസ്സിൽ അവരെ പഠിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തത്വങ്ങൾ, ഏത് മെത്തേഡിലാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരിക്കും നാം അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ക്ലാസ് ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പറയാൻ നിങ്ങൾ ഒരുങ്ങുക. സുവിശേഷം എന്താണെന്ന് കൃത്യമായി പഠിക്കുക. നിങ്ങളുടെ സാക്ഷ്യം കൃത്യമായി എഴുതുക. അത് പറയാൻ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. സുവിശേഷം പറയാൻ പഠിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കുക. അവരെ ശിക്ഷത്തിലേക്ക് നയിക്കാനുള്ള വഴികൾ എന്താണെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. സുവിശേഷം പറയാൻ അവരുടെ അരികിലേക്ക് പോയി സുവിശേഷം പറയാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ ആഴ്ചത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.